ഹലോ, എല്ലാവർക്കും ട്രിപ്പിൾ ഫോർ റിവ്യൂസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കൊല്ലത്തെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആനിമിയാണ് ശരിക്കും സോളോ ലെവലിംഗ് എന്ന് പറയുന്നത്. എല്ലാവരും കാത്തിരുന്ന ആനിമിയാണിത്. അപ്പോൾ ഇത് ഇന്നലെ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സോളോ ലെവലിംഗ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ആദ്യം സോളോ ലെവലിംഗ് എന്താ സംഭവം എന്ന് പറയാം. സോളോ ലെവലിംഗ് എന്ന് പറയുന്നത് സൗത്ത് കൊറിയൻ ഓൺലൈൻ നോവലാണ്. നമ്മൾ ജാപ്പനീസ് കോമിക്സിനെ മാംഗ എന്ന് പറയുന്നത് പോലെ സൗത്ത് കൊറിയൻ കോമിക്സിനെ മാൻഹ്വ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു സൗത്ത് കൊറിയൻ കോമിക്സ് ആണ്. അപ്പോൾ ഈ ആനിമി എന്ന് പറയുന്നത് ഒരു പവർ ഫാന്റസി ആനിമിയാണ്. നമ്മളിപ്പോൾ ഡീമൺ സ്ലെയറിനൊക്കെ അതേ സ്റ്റോറി തന്നെയാണ് ഈ ആനിമിയിൽ വരുന്നത്. അതിൽ ഒരു ദിവസം കുറേ ഗേറ്റ് ഓപ്പൺ ആവുകയാണ്, ഒരു പോർട്ടലൊക്കെ പോലെ. അപ്പോൾ ഈ പോർട്ടലിൽ നിന്ന് കുറേ മോൺസ്റ്റേഴ്സ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരികയാണ് ഹ്യൂമൻസിന്. അപ്പോൾ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ മോൺസ്റ്റേഴ്സ് വരിക മാത്രമല്ല, കുറച്ച് സെലക്ടഡ് ഹ്യൂമൻസിന് കുറച്ച് പവറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സെലക്ടഡ് ഹ്യൂമൻസിൻ്റെ പവർ വെച്ചിട്ട് അവർക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്ന മോൺസ്റ്റേഴ്സിനെ റാങ്ക് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എസ് ആണ് സ്റ്റാർട്ടിങ്, ഏറ്റവും ഹയസ്റ്റ് എസ് ആണ്. പിന്നെ എ തൊട്ട് ഇ വരെ, ഇ ഈസ് ദ വീക്കസ്റ്റ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയുന്ന പോലെ നമ്മുടെ പ്രൊട്ടാഗനിസ്റ്റ് ഇതിൽ ഇ ആണ്. അപ്പോൾ ഇയിൽ തന്നെ വീക്കസ്റ്റ് ആണ് പുള്ളി. അതായത് പുള്ളിക്കാരൻ ദി വീക്കസ്റ്റ് ഹണ്ടർ ഓഫ് ദി മാൻകൈൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ലൈക്സ് നോർമൽ ആൾക്കാരെ വരെ തോപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല, അത്രയും വീക്കാണ് പുള്ളി. അപ്പോൾ ഈ റാങ്കിംഗ് എന്ന് പറയുന്നത് മോൺസ്റ്റേഴ്സിന് മാത്രമല്ല ഡഞ്ചൻസിനും ഉണ്ടാകും. അതായത് ഇപ്പോൾ ഒരു ഡി റാങ്കുള്ള ഡഞ്ചനിൽ ഡി റാങ്കുള്ള മോൺസ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആർക്കൊക്കെ ആരെ ഡിഫീറ്റ് ചെയ്യും എന്നുള്ളൊരു ഒരു ക്ലാസിഫിക്കേഷൻ അവർ ക്രിയേറ്റ് ചെയ്യും. അതിനനുസരിച്ചിട്ടുള്ള ഹണ്ടേഴ്സിനെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ പ്രൊട്ടാഗനിസ്റ്റിന് പുള്ളിക്കാരൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് പ്യുവറാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ് ചെയിൻസോ മാൻ. പക്ഷേ ചെയിൻസോ മാനിൽ പോസിറ്റീവും ചെയിൻസോ മാനിൽ നെഗറ്റീവും ഏകദേശം ഒന്നാണ്. അതായത് മറ്റുള്ള സീരീസൊക്കെ പോർട്രേ ചെയ്യുന്ന പോലെ ഒരു സങ്കട കഥയോ അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല നമ്മളെ ചെയിൻസോയിലെ നായകന്. പുള്ളിക്കാരൻ്റെ ഇൻറ്റൻഷൻ കണ്ടാൽ നമുക്ക് ചിരി വരും. അതാണ് അതിലെ ഒരു വെറൈറ്റി, അതാണ് അതിൻ്റെ പോസിറ്റീവ്. എന്നാൽ ആ സീരീസിൻ്റെ നെഗറ്റീവ് തന്നെയാണ്. നമുക്ക് ഇമോഷണൽ കണക്ട് ഈ നടനുമായിട്ട് വരില്ല, നായകനായിട്ട് വരില്ല, ഇതിലെ ക്യാരക്ടറായിട്ട്. അത് കാരണം പുള്ളിയുടെ ഈ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത മോട്ടിവേഷനാണ്. പക്ഷേ ഈ സീരീസിൽ അങ്ങനെയല്ല. ഈ സീരീസിൽ നമ്മൾ ക്ലീശയാണ് സംഭവം, പക്ഷേ വി ആർ യൂസ് ടു ഇറ്റ്. എനിക്ക് വളരെ ഇഷ്ടമാണ് അങ്ങനത്തെ നല്ലൊരു ഇൻറ്റൻഷൻ വേണം. ഇതിൽ നമ്മുടെ നായകൻ്റെ അമ്മയ്ക്ക് ഒരു ഡെഡ്ലി ഡിസീസാണ്. അപ്പോൾ പുള്ളിക്കാരനെ ഹെൽപ്പ് ചെയ്യുക, സിസ്റ്ററിനെ പഠിപ്പിക്കുക, ഇങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ ഉണ്ട്, ഫാമിലിനെ സർവൈവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് നമ്മുടെ നായകൻ ഈ പറ്റാത്ത പണിക്കൊക്കെ പോയി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്. അതായത് പുള്ളിക്കാരൻ ഇങ്ങനെ ഡീമൻസിനെ കൊന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരന് റിവാർഡ് കിട്ടും. ആ റിവാർഡ് വെച്ച് ജീവിക്കുകയാണ് പുള്ളി. അപ്പോൾ ഈ ഡീമൺ സ്ലെയറിലൊക്കെ ഉള്ള പോലെ ഇവിടെയും ഹണ്ടർ അസോസിയേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹണ്ടേഴ്സ് വന്നിട്ട് ഈ മോൺസ്റ്റേഴ്സിനെ ഡിഫീറ്റ് ചെയ്താൽ, ഈ മോൺസ്റ്റേഴ്സിനെ ഡിഫീറ്റ് ചെയ്ത് അവരെ തലവനെ കൊന്നു കഴിഞ്ഞാൽ, അവരെ ലീഡറിനെ തട്ടി കഴിഞ്ഞാൽ, പിന്നെ ആ ലീഡർ മരിച്ചതോടെ 1 മണിക്കൂർ സംതിങ് എടുത്താൽ ആ ഡഞ്ചൻ ഡിസ്ട്രോയ് ആവും. ആ ഡഞ്ചനിലെ ഗേറ്റ് ക്ലോസ് ആവും. അപ്പോൾ അങ്ങനെ ഇവർ ഓരോ ഗേറ്റ് പോയി ഓരോ ഡഞ്ചനിൽ പോയി ആൾക്കാരെ കൊല്ലാണ് ഇവർ പണി, മോൺസ്റ്റേഴ്സിനെ കൊല്ലാണ് ഇവർ പണി. അപ്പോൾ ഇതിൽ ഇവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മോൺസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഇവർക്ക് മാജിക് ജെംസ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്റ്റൻസ് കിട്ടും. അപ്പോൾ ഇത് വേറൊരു പോർട്ടലിൽ നിന്ന് വരുന്ന ആൾക്കാരായതുകൊണ്ട്, വേറൊരു ഡയമെൻഷനിൽ വരുന്ന ആൾക്കാരായതുകൊണ്ട് ഇവരുടെ അടുത്തുള്ള പല സംഭവങ്ങളും നമ്മുടെ ഗവൺമെൻറ് അവർ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഈ മാജിക് ജെംസ്, അതേപോലെ തന്നെ ക്രിസ്റ്റൽസ്, മാന ക്രിസ്റ്റൽസ് എന്ന് വിളിക്കുന്ന അങ്ങനത്തെ ക്രിസ്റ്റൽ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് എങ്ങനെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ കുറച്ചും കൂടി സൊസൈറ്റിനെ അപ്ഗ്രേഡ് ചെയ്യാം എന്നൊക്കെ ഗവൺമെൻറ് കോൺസ്റ്റന്റ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ റിസർച്ച് ചെയ്തിട്ട് ഇവർ തന്നെ പല വെപ്പൺസ് ഉണ്ടാക്കും, പല മാജിക് ഈൽഡിംഗ് വെപ്പൺസ്. അപ്പോൾ ഈ റെയ്ഡിനൊക്കെ പോയിട്ട് ഹണ്ടേഴ്സ് നല്ല പൈസ കിട്ടുമ്പോൾ, ഇപ്പോൾ എല്ലാവർക്കും വീട്ടിലെ പ്രാരാബ്ദമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നല്ല പൈസ കിട്ടുമ്പോൾ അവർക്ക് ആ പൈസയിൽ കുറച്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ സോഡ്സ് വാങ്ങിക്കും. ഈ സോഡ്സ് ഫ്രീ ആയിട്ട് എടുത്തില്ല. ഈ സോഡ്സ് മാജിക് ഈൽഡ്സ്, അതായത് ഈ മാജിക് ജെംസും അവർ കൊണ്ടുവരുന്ന മാജിക് ജെംസും മാജിക് ക്രിസ്റ്റൽസും വെച്ച് ഉണ്ടാക്കിയ ഈ സോഡ്സ് നമ്മൾ ഹണ്ടേഴ്സിന് പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് കുറച്ചുകൂടി അവരെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാം. എന്നാൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം ഈ സീരീസിൽ ഈ അനിമയിൽ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പവർ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതകാലം അത് തന്നെയായിരിക്കും. അതിൽ ഇപ്പോൾ ബി റാങ്ക് ഹോൾഡറിന് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു സംഭവമില്ല. ബി ആണെങ്കിൽ ബി തന്നെ, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ പക്ഷേ അവർക്ക് ബി നല്ല രീതിയിൽ ബീൻ്റെ ടോപ്പിലെത്താം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സോഡ് കൂടി ഉണ്ടെങ്കിൽ അവർക്ക് നല്ലതായിരിക്കും. പക്ഷേ അത് പർച്ചേസ് ചെയ്യാനുള്ള പൈസ നമ്മൾ നായകൻ എടുത്തില്ല. കാരണം പുള്ളിക്കാരന് കിട്ടുന്ന റിവാർഡൊക്കെ പുള്ളിക്കാരൻ അമ്മയുടെ ചികിത്സയ്ക്കും അനിയത്തിൻ്റെ പഠിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പുള്ളിക്കാരനത്തെ റിവാർഡ് കിട്ടത്തില്ല, കാരണം പുള്ളി ഇങ്ങനെയാണല്ലോ, കിട്ടുന്നത് മൊത്തം പുള്ളി ഇങ്ങനെയാണ് ചിലവാക്കുന്നത്. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം വന്നിട്ടുണ്ടാകും, അല്ല ഇപ്പോൾ ഒരു പവർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മേലോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ നായകൻ എങ്ങനെയാണ് വളരുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ നായകൻ ലെവലിലേക്ക് എത്തുന്നത്? അത് നിങ്ങൾ സീരീസ് കണ്ട് തന്നെ മനസ്സിലാക്കണം. അതാണ് ഈ അനിമീൻ്റെ ഏറ്റവും നല്ലൊരു പ്ലസ് പോയിന്റ്. ഞാൻ പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊരു എസ്റ്റാബ്ലിഷ്ഡ് ലോകമാണ്. അതായത് നമ്മൾ ചെയിൻസോ മാനിലൊക്കെ കണ്ട പോലെ ഇത് ഇപ്പം നടക്കുന്ന കഥയാണ്. ഇപ്പോൾ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ആയി അങ്ങനെ നടക്കുന്ന കഥയാണ്, അല്ലാതെ ഒരു പീരിയഡ് ബേസ്ഡ് എനിമി ഒന്നല്ല. അതേപോലെ തന്നെ 10 കൂടുതൽ ഇയേഴ്സ് അങ്ങനെയാണ് ഗേറ്റ് ഓപ്പൺ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അതായത് നമ്മുടെ പ്രൊട്ടാഗനിസ്റ്റിന് ഈ പ്രസന്റ് ഡേൻ്റെ 10 കൊല്ലം മുമ്പാണ് ഗേറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫുൾ ഫെമിലിയർ ആയി എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യണം. എന്നാലും പല അൺസോൾവ് കുറേ മിസ്റ്ററീസ് ഉണ്ട്. പക്ഷേ എന്നാൽ കുറേയൊക്കെ സോൾവ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഹണ്ടേഴ്സിന് പല ആൾക്കാരും തോൽപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എസ് ലെവൽ ഹണ്ടറാണ് ഏറ്റവും വലുത്. അപ്പോൾ അതിലുള്ള ക്യാരക്ടേഴ്സിനൊക്കെ എപ്പിസോഡ് 1 കുറച്ച് കാണിക്കുന്നുണ്ട്. ഞാൻ ഈ കോമിക്സ് വായിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് അടിപൊളിയായിരുന്നു, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ലൊരു തുടക്കമാണ്. ഇതിൻ്റെ സ്റ്റോറി അടിപൊളിയാണ്. ഇതിൻ്റെ സ്റ്റോറിനെ പറ്റി ഞാൻ അറിഞ്ഞപ്പോഴാണ് ഈ സീരീസിലേക്ക് ഞാൻ ഹുക്ഡ് ആയത്. അനിമി കാണുമെന്ന് എനിക്ക് വിചാരിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ കിട്ടുക്കലാണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മൾ അറ്റാക്ക് ഓൺ ടൈറ്റൻ അതേ മ്യൂസിക് ഡയറക്ടറാണ്, ഹിരോയുക്കി സവാനോ ആണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മ്യൂസിക് നമുക്ക് അറിയാലോ, അധികം പറയണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ പോസിറ്റീവാണ്. ഇതിൽ നെഗറ്റീവായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ആനിമേഷൻ്റെ ഇപ്പോൾ ഡീമൺ സ്ലെയർ ലെവലിലൊന്നും വരത്തില്ല ആനിമേഷൻ എനിക്ക് തോന്നുന്നു. കാരണം എപ്പിസോഡ് 1 ആനിമേഷൻ അത്ര ഭയങ്കരമല്ല. ഡീമൺ സ്ലെയർ എന്നിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇറ്റ് വാസ് ഗുഡ്. അപ്പോൾ ഈ സ്റ്റോറിയാണ് ഇതിൽ മെയിൻ. അവർക്ക് ആനിമേഷൻ വേണമെങ്കിൽ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റോറി ഈസ് അമേസിംഗ്. അപ്പോൾ ഇനി വീക്കിലി ആയിരിക്കും അവർ എപ്പിസോഡ്സ് റിലീസ് ചെയ്യും. അപ്പോൾ ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്. അപ്പോൾ നിങ്ങളൊരു ആനിമി ഫാനാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യേണ്ട ഒരു സീരീസാണ് ഇത്. ഇത് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, സോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ഇനി 14 ജാനുവരിയിലാണെന്ന് തോന്നുന്നു ഇതിൻ്റെ സെക്കൻഡ് എപ്പിസോഡ് ഇറങ്ങുന്നത്. ഇതിൽ 12 എപ്പിസോഡാണ് ഉണ്ടാവുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾ അറിയെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ മുമ്പുള്ള റിവ്യൂസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു.